നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം പാലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരാണ് റിമാൻഡിലായത്. ഇരുവരുടെയും മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനം നൊന്ത് ഇന്ദുജ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചു എന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദ് ചേരുന്ന വിശദാംശങ്ങളുമായി. വിനോദ്, ആദ്യം മുതലേ വലിയ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് ഇന്ദുജയുടെ മരണം. എന്താണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അശ്വതി, 2 യുവാക്കളും റിമാൻഡിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. അതിനുശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ മരണത്തിൽ 2 പേർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അജാസുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു ഇന്ദുജ. അതിനുശേഷം വിവാഹിതയാവുകയായിരുന്നു. ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് തന്നെ അജാസായിരുന്നു. അജാസിന്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു. പിന്നീട് ഈ 2 യുവാക്കളും ചേർന്ന് ഇന്ദുജയെ മാനസികമായി ഉപദ്രവിച്ചു. പല തവണകളായി ഈ മാനസികമായ പീഡനമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ശാരീരികമായി തന്നെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അഭിജിത്തും അജാസും ഇന്ദുജയും ഒരു കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അജാസ് മർദ്ദിക്കുന്നതും. ഈ മരണം സംഭവിക്കുന്നതിന് 2 ദിവസം മുൻപായിരുന്നു ഈ മർദ്ദനം. ഇൻക്വസ്റ്റ് എയർപോർട്ടിൽ തന്നെ മുറിപ്പാടുകളെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമായി. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും ആ തരത്തിൽ തന്നെയാണ് മുറിപ്പാടുകൾ. ബന്ധുക്കൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ മുറിപ്പാടുകൾ പെൺകുട്ടിയെ യുവാക്കൾ മർദ്ദിച്ചതാകാം. ഭർത്താവിന്റെ പേരാണ് അവർ പറയുന്നത്. ഭർത്താവ് മർദ്ദിച്ചത് തന്നെയാണ് എന്ന കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇത് കൊലപാതകമാണ് എന്ന ആരോപണം കുടുംബം ഉന്നയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. മരണം ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം തുടരെ 2 യുവാക്കളുടെ ഭാഗത്തു നിന്നും മാനസികമായ പീഡനവും ശാരീരിക അതിക്രമവും ഉണ്ടായപ്പോൾ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആത്മഹത്യക്ക് തൊട്ട് മുൻപ് അജാസിന്റെ ഫോൺ പെൺകുട്ടിക്ക് വരികയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിൽ സംസാരിച്ച ശേഷമാണ് 2ാം നിലയിലേക്ക് പോയത്. ഭർത്താവിന്റെ വീട്ടിലെ 2ാം നിലയിലേക്കായിരുന്നു പെൺകുട്ടി കയറിപ്പോയത്. ഈ സമയത്ത് ഭർത്താവിന്റെ അമ്മൂമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ റൂമിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റാരുമായോ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് ഈ യുവാവിന്റെ അമ്മൂമ്മ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോൺ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. 2 യുവാക്കളുടെ ഫോണുകളും പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ദുജ ഉപയോഗിച്ചിരുന്ന ഫോൺ, അതിലെ സിം എടുത്തുകൊടുത്തത് അജാസ് ആണ് എന്ന ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദുജയുടെ ഫോണും ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 പേർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഭർതൃപീഡനം, അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, അതോടൊപ്പം തന്നെ ദേഹോദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ. അജാസിനെതിരെ ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള അതിക്രമം, ആ വകുപ്പുകളും അതോടൊപ്പം തന്നെ ശാരീരിക ഉപദ്രവവും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ആത്മഹത്യാ പ്രേരണ, ഈ വകുപ്പുകൾ അജാസിനെതിരെയും ചുമത്തിയിട്ടുണ്ട്. 2 പേർക്കെതിരെയും ജാമ്യമില്ലാ ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ്. ശരി, വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.